നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ ഒന്നാമത് കല്ലെറിയട്ടെ. ആ കൊണ്ടുവന്ന പുരുഷാരത്തെ നോക്കിക്കൊണ്ട് ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ആളുകളെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നെയും കുനിഞ്ഞ് യേശു തമ്പുരാൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്തായിരിക്കും യേശു തമ്പുരാൻ നിലത്തെഴുതിയത്? എന്തായിരിക്കും യേശു തമ്പുരാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് ഇതൊന്നും പൂശാക്കാതെ യേശു തമ്പുരാൻ എന്താ ഈ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്? ആർക്കും പറയാൻ പറ്റും ഉത്തരം? അവരുടെ ഓരോരുത്തരുടെയും പാപങ്ങളും അവരുടെ കൊള്ളരുതാത്ത പ്രവൃത്തികളും ഒക്കെ ആയിരിക്കും യേശു തമ്പുരാൻ കുനിഞ്ഞിരുന്ന് എഴുതി. അപ്പൊ ഈ കൊണ്ടുവന്നവരുടെ കൂട്ടത്തില് അവരുടെ സാബുണ്ട്, മത്തായിയുണ്ട്, അബ്രഹാമുണ്ട്, യോനാച്ചനുണ്ട്, ഇങ്ങനെ കുറെ പേരുണ്ട്. ഇവരെല്ലാവരും ചേർന്നാ കൊണ്ടുവന്നത്. അപ്പൊ യേശു തമ്പുരാൻ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് എഴുതി. യേശു തമ്പുരാൻ ഇവരെ വ്യക്തിപരമായിട്ട് എല്ലാവരെയും അറിയാം. അപ്പൊ യേശു തമ്പുരാൻ അവിടെ കുനിഞ്ഞിരുന്ന് എഴുതിയത് എന്തായിരിക്കും? ഒരുപക്ഷെ സാധ്യത എന്തായിരിക്കുമെന്ന് അറിയാമോ? ഈ സ്ത്രീയുടെ തൊഴിൽ എന്താ? തെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവൾ തെറ്റ് ചെയ്തപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ തൊട്ടടുത്ത വാക്യത്തിൽ അത് പറയുന്നത് വായിച്ച്, ആ വന്ന ഓരോരുത്തരും മനസാക്ഷിയുടെ ആക്ഷേപഹേതുവായി അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി പോയി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് തീവ്രമായ വായനകളൊക്കെ നടത്തുന്നവരാണ്, അതെനിക്കറിയാം. എങ്കിലും എൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയത് ഇപ്രകാരമാണ്. എന്താണെന്നറിയാമോ? പിള്ളേർ ചെവിയൊന്ന് അടച്ചേക്കണം കുറച്ച് നേരത്തേക്ക്. കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ പറയുന്നത് ക്ഷമിക്കുകയും ചെയ്യണം. എന്താണെന്നറിയാമോ? ഇവര് യേശു തമ്പുരാൻ കുനിഞ്ഞിരുന്ന് എഴുതിയത്? ഞാൻ പറഞ്ഞല്ലോ, കൊണ്ടുവന്ന ആളുകളിൽ സാബു ഉണ്ട്, മത്തായി ഉണ്ട്, അബ്രാച്ചനുണ്ട്, യോനാച്ചനുണ്ട്, അങ്ങനെ പേരുകളുണ്ട്. അങ്ങനെ ഇവൻ യേശു തമ്പുരാൻ കുനിഞ്ഞെഴുതിയത് സാബു ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഈ സ്ത്രീയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അപ്പൊ എഴുതിയത് ആര് കണ്ടു? സാബു കണ്ടു. സാബുവിനോട് നിൽക്കുമോ? കുറച്ച് നേരം എടുത്ത് യേശു തമ്പുരാൻ എഴുതാനായിട്ടല്ലേ? യേശു കുനിഞ്ഞിരിക്കും. അവന്റെ മുഖത്തോട് നോക്കിയിട്ടില്ല. ഈ വന്നവന് ഓരോരുത്തരെ അറിയാം. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്, അവൻ എന്ത് നീതിപ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന സന്നിധിയിലാണ് അവരെത്തിയിരിക്കുന്നത്. യേശു തമ്പുരാൻ കുനിഞ്ഞെഴുതി സാബു ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് സാബു കണ്ടു. സാബു സ്കൂട്ടായി, അബ്രാച്ചൻ സ്കൂട്ടായി, മത്തായി സ്കൂട്ടായി. അവർ പറയുന്ന വാക്ക് കേട്ടേ ശരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. തമ്മിൽ അതായിരിക്കും എന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നി, ആ വാക്ക് കേട്ടപ്പോൾ തോന്നി, അവരുടെ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം അവർ ചെറിയവനും മുതിർന്നവരും എന്ത് ചെയ്തു? അവരെ വിട്ട് പോയി. യേശു തമ്പുരാൻ തലപൊക്കി നോക്കി. യേശു തമ്പുരാൻ തലപൊക്കി നോക്കിയപ്പോൾ തല കുനിച്ചുകൊണ്ട് ആരുന്നുണ്ട്? വന്നവരൊക്കെ എന്ത് ചെയ്യും? ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ? എന്താ വായിച്ചേ? വാക്യം പറഞ്ഞു വായിച്ചേ. നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? യേശു തമ്പുരാൻ തല ഉയർത്തി നോക്കി തല കുനിച്ചുകൊണ്ട് നിൽക്കുന്നു വ്യഭിചാരിണി സ്ത്രീ. അവളോട് യേശു തമ്പുരാൻ ചോദിച്ചു, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല കർത്താവേ. എന്നിട്ട് എന്ത് പറഞ്ഞു? തമ്പുരാൻ എന്ത് പറഞ്ഞു? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. എന്നിട്ട് എന്താ പറയുന്നത്? നീ പോക, ഇനിമേലാൽ പാപം ചെയ്യരുത്. പിന്നെ നോക്കിക്കേ, യേശു തമ്പുരാൻ ആ പാപിയെ സ്നേഹിച്ചു, പാപത്തെ വെറുത്തു.